പെൺകുട്ടികളെ ആകർഷിക്കാനുള്ള രഹസ്യവിദ്യ. എല്ലാ പെൺകുട്ടികളും നിങ്ങളെ ഒഴിവാക്കി പോവുകയാണോ? നിങ്ങൾ എത്ര സംസാരിച്ചാലും ആർക്കും നിങ്ങളോടൊരു സ്പാർക്ക് തോന്നുന്നില്ലേ? മിക്ക പുരുഷന്മാരും നേരിടുന്ന ഏറ്റവും വലിയ പേടി സ്വപ്നമാണിത്. സംഭാഷണം തുടങ്ങാൻ നിങ്ങൾക്കറിയാം, പക്ഷേ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ എങ്ങനെ അവളിലൊരു ആകർഷണമുണ്ടാക്കണമെന്നോ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ചോദിക്കുന്ന ഭക്ഷണം കഴിച്ചോ, എവിടെയാ വീട്, ജോലി എങ്ങനെയുണ്ട് തുടങ്ങിയ ചോദ്യങ്ങൾ കേട്ട് അവൾക്ക് മടുത്തു കഴിഞ്ഞു. ഈ സ്മോൾ ടോക്കാണ് നിങ്ങളുടെ സോഷ്യൽ ലൈഫിന്റെ ഏറ്റവും വലിയ ശത്രു. സത്യത്തിൽ നന്നായി സംസാരിക്കുക എന്നാൽ നിർത്താതെ വർത്തമാനം പറയുകയെന്നല്ല. നിങ്ങൾ എത്രത്തോളം സംസാരിക്കുന്നു എന്നതിലല്ല, മറിച്ച് നിങ്ങളുടെ വാക്കുകൾ അവളുടെ ഉള്ളിൽ എന്ത് മാറ്റമുണ്ടാക്കുന്നു എന്നതിലാണ് കാര്യം. വെറും 30 സെക്കൻഡിനുള്ളിൽ ഒരു സാധാരണ സംഭാഷണത്തെ എങ്ങനെ ആഴത്തിലുള്ളതും നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതുമായ ഒന്നാക്കി മാറ്റാമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇതൊരു സാധാരണ വീഡിയോ അല്ല, നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ ക്ലാസ് ആണ്. ദ സ്മോൾ ടോക്ക് ട്രാപ്പ്. നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ശീലിച്ചത് ഈ സ്മോൾ ടോക്കുകളാണ്. കാലാവസ്ഥയെക്കുറിച്ചും നാട്ടിലെ വിശേഷങ്ങളെക്കുറിച്ചും സംസാരിച്ചാൽ എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടും എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ അവൾ എപ്പോഴാണ് അവിടെ നിന്നൊന്ന് രക്ഷപ്പെടുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ അതിന്റെ കാരണം നിങ്ങളൊരു ബോറനാണ് എന്നതാണ്. ലോകത്തെ 90% ആളുകൾക്കും ഒരു സംഭാഷണം എങ്ങനെ എൻഗേജിംഗ് ആക്കണമെന്നറിയില്ല. സംഭാഷണം നീളുന്നതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ പ്രവചിക്കാവുന്ന ഒരാളായി മാറുന്നു. അവിടെയാണ് രഹസ്യവിദ്യ ഒളിഞ്ഞിരിക്കുന്നത്. പെൺകുട്ടികളെ ആകർഷിക്കാൻ നിങ്ങൾ സ്മോൾ ടോക്കിൽ മിടുക്കനാവുകയല്ല വേണ്ടത്, മറിച്ച് സ്മോൾ ടോക്കിനെ വെറുക്കുകയാണ് വേണ്ടത്. അതെത്രയും വേഗം അവസാനിപ്പിച്ച് ഒരു ഡീപ്പ് കോൺവെർസേഷനിലേക്ക് കടക്കുന്നവനാണ് യഥാർത്ഥ ആൽഫ മെയിൽ. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ പൂർണ്ണമായും മാറ്റാൻ സഹായിക്കുന്ന ഒരു വമ്പൻ അവസരത്തെക്കുറിച്ച് പറയട്ടെ. പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക, എങ്ങനെ ഫിസിക്കലായി കൂടുതൽ അട്രാക്റ്റീവ് ആവുക എന്ന്. ഇതിനുവേണ്ടിയുള്ള ഏറ്റവും പവർഫുള്ളായ ഒരു വഴി കാലിസ്തനിക്സ് ആണ്. സ്വന്തം ശരീരഭാരം ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്ത് ഒരു ഗ്രീക്ക് ഗോഡിനെ പോലെയുള്ള ശരീരം സ്വന്തമാക്കാൻ സഹായിക്കുന്ന അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് എന്ന കോഴ്സ് ഇപ്പോൾ ലഭ്യമാണ്. സത്യത്തിൽ ഈ കോഴ്സിന്റെ മാർക്കറ്റ് വില 3999 രൂപയാണ്. എന്നാൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനു വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫർ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. വെറും 89 രൂപയുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പ് എടുത്താൽ ഈ 3999 രൂപ വിലയുള്ള കോഴ്സ് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കും. ഇതുകൊണ്ട് തീർന്നില്ല. മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് താഴെ പറയുന്ന എക്സ്ക്ലൂസീവ് പ്ലേലിസ്റ്റുകളിലേക്കും ആക്സസ് ഉണ്ടായിരിക്കും. ലുക്ക് മാക്സിംഗ്, നിങ്ങളുടെ ലുക്സ് എങ്ങനെ മാക്സിമം മെച്ചപ്പെടുത്താം. ഡാർക്ക് സൈക്കോളജി, മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള രഹസ്യവിദ്യകൾ. ഡേറ്റിംഗ് സൈക്കോളജി, ഡേറ്റിംഗിൽ വിജയിക്കാനുള്ള പ്രായോഗിക വഴികൾ. വെറും 89 രൂപയ്ക്ക് ഇത്രയും വലിയൊരു അറിവിന്റെ ശേഖരം മറ്റെവിടെയും ലഭിക്കില്ല. ചാനലിലെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ മെമ്പർഷിപ്പ് എടുക്കൂ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചുവരാം. സ്റ്റെപ്പ് 1, ദ ട്രാൻസിഷൻ ടു ഡെപ്ത്. നേതൃത്വം ഏറ്റെടുക്കുക. ഒരു സാധാരണ സംഭാഷണത്തിൽ നിന്ന് ആഴത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കാൻ നിങ്ങൾ ആ സംഭാഷണത്തിന്റെ ലീഡർ അല്ലെങ്കിൽ നേതാവാകണം. സ്മോൾ ടോക്ക് നടത്തുമ്പോൾ നിങ്ങളും അവളും ഒരേ ലെവലിലാണ്. എന്നാൽ നിങ്ങൾ ആ സംഭാഷണത്തെ ഒരു ഡീപ്പ് ടോക്കിലേക്ക് മാറ്റുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ആ റിലേഷൻഷിപ്പിലെ ലീഡറായി മാറുന്നു. സ്ത്രീകളുടെ മനഃശാസ്ത്രമനുസരിച്ച് അവർ നേതൃത്വ ഗുണമുള്ള പുരുഷന്മാരിലേക്ക് വേഗത്തിൽ ആകർഷിക്കപ്പെടും. ഇതെങ്ങനെ പ്രായോഗികമായി ചെയ്യാം? ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി മാറ്റുക എന്നതാണ് ആദ്യപടി. 1. ക്ലോസ്ഡ് എൻഡഡ് ചോദ്യങ്ങൾ ഒഴിവാക്കുക. അതെ അല്ലെങ്കിൽ അല്ല എന്ന് മാത്രം മറുപടി പറയാവുന്ന ചോദ്യങ്ങൾ സംഭാഷണം കൊല്ലുന്നു. ഉദാഹരണത്തിന്, നീ IT ഫീൽഡിലാണോ ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവൾക്ക് അതെ എന്ന് മാത്രം പറയാം. അവിടെ സംഭാഷണം മുറിയുന്നു. 2. ഓപ്പൺ എൻഡഡ് ചോദ്യങ്ങൾ ശീലിക്കുക. പകരം എങ്ങനെ, എന്തുകൊണ്ട്, എന്ത് തോന്നി എന്ന് ചോദിക്കുക. ഉദാഹരണത്തിന്, IT ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ നിനക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയി തോന്നുന്നത് എന്താണ്? അല്ലെങ്കിൽ ഇത്രയും തിരക്കുള്ള ഈ ജോലി തിരഞ്ഞെടുക്കാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? ഇവിടെ നിങ്ങൾ അവളുടെ വികാരങ്ങളെ അഥവാ ഇമോഷൻസിനെയും തീരുമാനങ്ങളെയുമാണ് സ്പർശിക്കുന്നത്. അവൾക്ക് നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. അവൾ സംസാരിക്കുമ്പോൾ അവൾക്ക് തന്നോട് തന്നെ ഒരു പ്രത്യേക ബഹുമാനം തോന്നും. അതിന് കാരണക്കാരനായ നിങ്ങളെ അവൾക്ക് ഇഷ്ടപ്പെടും. 3.
ഇമോഷണൽ എക്സ്പാൻഷൻ, വികാരങ്ങൾ വ്യാപിപ്പിക്കുക. അവൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് വെറുതെ കേട്ടിരിക്കാതെ അതിലെ ഇമോഷണൽ വശം കണ്ടെത്തുക. സിനാരിയോ: അവൾ പറയുന്നു, ഞാനിപ്പോൾ ഒരു ടാക്സി ഡ്രൈവറായി വർക്ക് ചെയ്യുകയാണ്. സാധാരണ മറുപടി: ഓ കൊള്ളാം, എത്ര നാളായി? ബോറിംഗ്. കരിസ്മാറ്റിക് മറുപടി: സത്യത്തിൽ ഈ ജോലി ചെയ്യുമ്പോൾ ഓരോ ദിവസവും നീ പലതരം മനുഷ്യരെ കാണുന്നുണ്ടാകുമല്ലോ. ചിലപ്പോൾ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ വിചിത്രമായി പെരുമാറുന്ന ആളുകളെ കാണുമ്പോൾ നീ എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾ അവളെ ഒരു വ്യക്തി എന്ന നിലയിൽ അംഗീകരിക്കുകയാണ്. അവൾക്ക് നിങ്ങളോട് കണക്റ്റഡ് ആണ് എന്ന് തോന്നും. സ്റ്റെപ്പ് 2: ബ്രേക്കിംഗ് ദ ഫ്രണ്ട്ഷിപ്പ് ബാരിയർ. ടെൻഷൻ വേഴ്സസ് കംഫർട്ട്. പലരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് എപ്പോഴും ഡീപ് ടോക്ക് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക എന്നത്. അവളോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു, അവൾക്ക് സമാധാനം നൽകുന്നു, പക്ഷെ അവസാനം നിങ്ങൾ അവളുടെ വെറും ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ തെറപ്പിസ്റ്റ് മാത്രമായി മാറും. ഇതിനെയാണ് ഫ്രണ്ട് സോൺ എന്ന് വിളിക്കുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ടെൻഷൻ അല്ലെങ്കിൽ പിരിമുറുക്കം ആവശ്യമാണ്. കംഫർട്ട്, ആഴത്തിലുള്ള സംഭാഷണം ഒരു സുരക്ഷിത ബോധം നൽകുന്നു. ടെൻഷൻ, സംഭാഷണത്തിൽ ചെറിയൊരു റൊമാൻറ്റിക് പിരിമുറുക്കമുണ്ടാക്കുന്നു. സുരക്ഷിതത്വം മാത്രം നൽകിയാൽ നിങ്ങൾ അവളുടെ അണ്ണനാകും. ടെൻഷൻ കൂടി നൽകിയാൽ മാത്രമേ നിങ്ങൾ അവളുടെ കാമുകരാകുകയുള്ളൂ. ഇതിനായി ഫ്ലേർട്ടേഷൻ ടെക്നീക്കുകൾ ഉപയോഗിക്കാം. സ്റ്റെപ്പ് 3: 5 ഫോർബിഡൻ ഫ്ലേർട്ടേഷൻ ടെക്നിക്സ്. സംഭാഷണത്തിനിടയിൽ താഴെ പറയുന്ന 5 കാര്യങ്ങൾ പരീക്ഷിക്കുക. ഇത് നിങ്ങളെ ഒരു സാധാരണ സുഹൃത്തിൽ നിന്ന് വ്യത്യസ്തനാക്കും. 1. ദ ഡേഞ്ചറസ് പിവറ്റ്. അവൾ എന്തെങ്കിലും പേഴ്സണലായ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ ഇത് പ്രയോഗിക്കുക. നീ ഇത്രയും ആഴത്തിൽ കാര്യങ്ങൾ സംസാരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇത് സത്യത്തിൽ കുറച്ച് അപകടമാണ്. അവൾ ചോദിക്കും, എന്തുകൊണ്ട്? അപ്പോൾ നിങ്ങൾ പറയണം, കാരണം എനിക്ക് നിന്നെ കൂടുതൽ ഇഷ്ടപ്പെടാൻ ഇത് കാരണമാകും. ഞാൻ അതിന് തയ്യാറാണോ എന്ന് എനിക്കറിയില്ല. ഇത് അവളുടെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ പ്രവർത്തിക്കും. അവൾ നിങ്ങളെ ഒരു റൊമാൻറ്റിക് രീതിയിൽ ചിന്തിച്ചു തുടങ്ങും. 2. ദ പേഴ്സണലൈസ്ഡ് കോംപ്ലിമെന്റ് സ്പൈക്ക്. സാധാരണ പുരുഷന്മാർ നീ സുന്ദരിയാണ് എന്ന് പറയും. അത് അവൾ 1000 തവണ കേട്ടതാണ്. നിങ്ങൾ അവളുടെ പെരുമാറ്റത്തെയോ സംസാരത്തെയോ അഭിനന്ദിക്കുക. നീ നിന്റെ പാഷനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ട്. സത്യം പറഞ്ഞാൽ അത് വളരെ അട്രാക്റ്റീവാണ്. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് താൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാണെന്ന തോന്നലുണ്ടാകും. 3. ദ ഫ്യൂച്ചർ പ്രൊജക്ഷൻ ടീസ്. ഭാവിയിൽ നിങ്ങൾ ഒന്നിച്ചുണ്ടാകാൻ സാധ്യതയുള്ള ഒരു തമാശ രൂപേണയുള്ള സാഹചര്യം അവതരിപ്പിക്കുക. നമ്മൾ ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ ഒന്നുകിൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആകും, അല്ലെങ്കിൽ ഇന്ന് രാത്രി തീരുന്നതിന് മുൻപ് എനിക്ക് നിന്നെ കിസ് ചെയ്യേണ്ടി വരും. ഇതിലേതാണ് നിനക്കിഷ്ടം? ഇതൊരു വലിയ റിസ്ക്കാണ്, പക്ഷേ വലിയ റിവാർഡ് നൽകുന്ന ഒന്നാണ്. അവൾ ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു. 4. ദ വൾണറബിലിറ്റി ഇൻ ടു സെക്ഷുവൽ ഫ്രെയിം. നിങ്ങളുടെ മനസ്സ് അവൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുക, എന്നിട്ട് അത് പെട്ടെന്നൊരു ഫ്ലേർട്ടിലേക്ക് മാറ്റുക. സാധാരണ ഞാൻ ആരോടും ഇത്ര വേഗത്തിൽ മിണ്ടാറില്ല, പക്ഷെ നിന്നോട് സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു ഈസ് തോന്നുന്നു. അതെന്നെ പേടിപ്പിക്കുന്നുണ്ട്, കാരണം നിന്റെ സ്വഭാവം മാത്രമല്ല നിന്റെ ചിരിയും എന്നെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. 5. ദ റോൾ പ്ലേ ഫ്ലിപ്പ്. സംഭാഷണത്തിന്റെ ഗതി പൂർണ്ണമായും മാറ്റുക. നമുക്കൊരു പുതിയ റൂൾ വയ്ക്കാം. ഇനി മുതൽ നമ്മൾ സാധാരണ കാര്യങ്ങൾ സംസാരിക്കില്ല. ഒന്നുകിൽ വളരെ സീരിയസ് ആയ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുസൃതി തരങ്ങൾ, നോട്ടി തിങ്സ്. ഇതിലേതാണ് നിനക്ക് വേണ്ടത്? അവൾ സീരിയസ് എന്ന് പറഞ്ഞാൽ ബോറിംഗ് എന്ന് പറഞ്ഞ് കളിയാക്കുക. അവൾ മറ്റേതാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഗെയിമിൽ ജയിച്ചു കഴിഞ്ഞു. സ്റ്റെപ്പ് 4. ദ പുഷ് ആൻഡ് പുൾ മൈൻഡ് സെറ്റ്. മനഃശാസ്ത്രപരമായ അടിത്തറ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളൊരു പുരുഷനോടാണ് സംസാരിക്കുന്നതെങ്കിൽ ഡീപ്പ് കോൺവെർസേഷൻ മാത്രം മതിയാകും. എന്നാൽ ഒരു സ്ത്രീയോടാണെങ്കിൽ ഇടയ്ക്കിടെ ഡീപ്പ് ടോക്കിൽ നിന്ന് ഫ്ലേർട്ടേഷനിലേക്കും തിരികെയും മാറിക്കൊണ്ടിരിക്കണം. ഇതിനെയാണ് സെക്ഷുവൽ പൊളാരിറ്റി എന്ന് വിളിക്കുന്നത്. വളരെ ഇമോഷണലായി സംസാരിക്കുക, കംഫർട്ട്, പെട്ടെന്നൊരു ഫ്ലേർട്ടിലേക്ക് മാറുക, ടെൻഷൻ, വീണ്ടും സാധാരണ നിലയിലേക്ക് വരിക. ഈ ഒരു ഊഞ്ഞാലാട്ടം അവളുടെ മനസ്സിൽ വലിയൊരു ആകർഷണമുണ്ടാക്കും. അവൾക്ക് നിങ്ങളെ ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. സ്ത്രീകൾക്ക് എന്നും കൗതുകമുള്ള, പ്രവചിക്കാൻ അറിയാത്ത പുരുഷന്മാരോടാണ് താൽപ്പര്യം തോന്നുക. ഒരു വലിയ ഉപദേശം: ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴും നിങ്ങൾ അവളുടെ പിന്നാലെ നടക്കുകയല്ല എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളൊരു ലീഡറാണ്. അവൾ നിങ്ങളുടെ വൈബിലേക്ക് വരികയാണ് വേണ്ടത്. അവൾക്ക് താൽപ്പര്യമില്ല എന്ന് തോന്നിയാൽ ഉടൻ തന്നെ അവിടെ നിന്ന് പിന്മാറാനുള്ള ആർജവം കാണിക്കുക. ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ആകർഷണം അവന്റെ അബണ്ടൻസ് മൈൻഡ് സെറ്റാണ്. നിങ്ങളൊരു ബോറനായി ജീവിക്കണോ അതോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാലിറ്റി ആകണോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് തന്നെ പരീക്ഷിച്ചു നോക്കൂ. മാറ്റം നിങ്ങൾക്കും അനുഭവപ്പെടും. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ലൈഫ് ടോട്ടലായി മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറും 89 രൂപയ്ക്ക് നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കൂ. 3999 രൂപ വിലയുള്ള അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് കൂടാതെ ലുക്ക് മാക്സിംഗ്, ഡാർക്ക് സൈക്കോളജി, ഡേറ്റിംഗ് സൈക്കോളജി എന്നീ പവർഫുൾ കോഴ്സുകളും നിങ്ങൾക്കിതിലൂടെ ലഭിക്കും. ഇത് നൽകുന്ന അറിവ് വിലമതിക്കാനാവാത്തതാണ്. നമ്മുടെ ചാനലിലെ 500-ലധികം വരുന്ന മെമ്പേഴ്സിനോടൊപ്പം നിങ്ങളും ഈ വിപ്ലവത്തിന്റെ ഭാഗമാകൂ.
അവരെല്ലാം ഇപ്പോൾ തന്നെ ഈ കോഴ്സുകൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞതാണ്. താഴെയുള്ള ജോയിൻ ബട്ടൺ അമർത്തി ഇപ്പോൾ തന്നെ മെമ്പർഷിപ്പ് എടുക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള സൈക്കോളജി ട്രിക്കുകൾ ഇനിയും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബോൾഡ്, സ്റ്റേ ഷാർപ്പ്. പരിധിയില്ലാത്ത ആത്മവിശ്വാസത്തോടെ മുന്നേറുക. നന്ദി.